സെറ്റല്ലേ? നന്ദന മലപ്പുറം ലോജിസ്റ്റിക് പഠിക്കും. ഇതൊരു വാഹനമാണ്, ഇപ്പൊ ഓടൂല. എഞ്ചിനൊക്കെ കൂടി ഇപ്പൊ ഒരു സ്ഥലത്ത് വെച്ചിരിക്കുകയാണ്. പേര് സാനിയ, കണ്ണൂരിൽ നിന്ന് വരുന്നു. കോഴ്സ് ലോജിസ്റ്റിക്സ്. 1971 ഇന്ത്യന്റെ ഡിഫൻസ് ഹിസ്റ്ററിയിൽ വലിയൊരു സ്ഥാനമുള്ള പോരാളിയാണ്. ഇത് 7 കൊല്ലം മുമ്പ് 8 കൊല്ലം മുമ്പ് അന്വേഷിച്ച് സ്റ്റാർ ചെയ്ത് അത് പിന്നെ ഇതേവരെ ഒരു കട്ടർ പോലും ഒരു അടിച്ചിട്ടില്ല. ഈ എഞ്ചിനീയറിംഗിന് പോണതിന് മുമ്പ് അന്വേഷിച്ച് സ്റ്റാർ ചെയ്തായിരുന്നു. മഹാകവിയുടെ ഓർമ്മയ്ക്കായിട്ടുള്ള സ്ഥലത്താണ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഒരു സൈഡ് മുഴുവൻ കുത്തിപ്പൊളിച്ചിട്ടു. അത് ഇപ്പോഴും മോശമായിട്ട് കിടക്കുക. അതിലിപ്പോഴും ക്ലിയർ ആയിട്ടില്ല. അത് മറ്റേ വാട്ടർ ഡിപ്പാർട്ട്മെന്റ്. ആ ഗട്ടർ നോക്കും, ഒരൊറ്റ ഗട്ടറിൽ അതല്ലേ കംപ്ലീറ്റ് ഗട്ടറിൽ ഒറ്റ ഗട്ടർ പോലും ക്ലിയർ ചെയ്തിട്ടില്ല. അത് കണ്ടില്ലേ കംപ്ലീറ്റ്. ഞാനൊരു ഇങ്ങോട്ട് വന്ന് വലിയൊരു ഗട്ടറിൽ ചാടി കണ്ടില്ല. നല്ല വഴി നന്നായിട്ട് തോന്നി. ഇവിടെ എത്തിയപ്പോൾ ഒരു ഗട്ടർ വഴിയിലുണ്ട്, കണ്ടില്ല. നല്ല സ്പീഡിൽ വരുവായിരുന്നു. ഗട്ടറിൽ ചാടിച്ച് പോകുന്നു പറഞ്ഞത്. ഇവിടെ കൊമ്പല്ലേ ഇവിടെ അടിക്കണോ? എല്ലാം ആകുമ്പോഴാണോ ഇത് ഏതിൻ്റെ അടി? ഇതിൻ്റെ വരാല്ലേ ഡീസലാണ്. ഇത് പെട്രോളല്ലേ? ഓട്ടോറിക്ഷയിൽ ഡീസൽ അടിക്കില്ല. ആളുണ്ടാവില്ല അവർക്ക്. പുറകിലൊരു വണ്ടിക്കാരൻ കാണുന്നു. ഇത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആകുമ്പോൾ അവരുടെ ഞാൻ പണ്ട് ഈ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് പഴയ ബൈക്കിലില്ലേ. കാസ്ട്രോൾ ആദ്യം ഒഴിച്ചുകൊണ്ടിരുന്നത്, പിന്നെ സെർവോയിലേക്ക് മാറ്റി. അതാ ക്ലച്ചിൻ്റെ പിടിച്ചിട്ട് ഒരു ചെറിയ എൻ്റെ ശ്രദ്ധ പെട്ടെന്ന് ആ ബൈക്കുകാരിലേക്ക് ഒരുത്തം ഇവിടുന്ന് ഇതായിപ്പോയില്ലേ, ഒരു വായുഗുളിക കഴിക്കാൻ പാകത്തിനടുത്ത ശരീരം കൂടെ ഉണ്ടില്ലേ, അപ്പം അതിലേക്ക് ശ്രദ്ധ പോയി. ഈ വായുഗുളികക്കാരെ കൊണ്ട് ഒരു രക്ഷയില്ല.
അപ്പടി കട്ടണമായിരുന്നു. ഇങ്ങനെ നമ്മൾ ഈ പകൽ പോലും നമുക്ക് ഡിസ്റ്റൻസിൽ നിന്ന് കാണാൻ പറ്റും. രാത്രി പോകുമ്പോൾ അട്ടർ ഇങ്ങനെ വലിയ വട്ടത്തിൽ കുഴി പോലെ കിടക്കുന്ന അറിയില്ല. ബൈക്ക് കാറായതുകൊണ്ട് അറിയില്ല. സ്കൂട്ടറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ താഴെ കിടക്കും. ഇൻഫോ പാർക്കിലേക്ക് പോകണ റോഡ് അതുപോലും ഒന്ന് ടാർ ചെയ്തിട്ടില്ല. ടാർ ചെയ്യണ്ട, കുഴി അങ്ങ് അടിച്ചിട്ടില്ല. കുഴി അടയ്ക്കാന്ന് പറഞ്ഞാൽ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലോ. ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്ന റൂട്ടാണ് ഇൻഫോ പാർക്ക് കരിമോള റോഡ്. അതില്ല 8 കൊല്ലം മുമ്പ് ടാർ ചെയ്താ. നീ എഞ്ചിനീയറിംഗ് പോണതിന് മുമ്പ് ടാർ ചെയ്താ 7 കൊല്ലം മുമ്പ്. അതിൽ ഒരു കുഴി പോലും അടച്ചിട്ടില്ല ഇത്ര നാളെയാണ്. അതിൽ ഇപ്പോഴാണ് കുഴി വന്നു തുടങ്ങിയത്. ആ പക്ഷേ നല്ല കുഴി അടച്ചിട്ടില്ല. 5 വർഷം റോഡിന് ഗ്യാരണ്ടി ഉള്ളു മിക്ക റോഡുള്ളത്. ഇപ്പോൾ 7 വർഷം കഴിഞ്ഞ റോഡാണ്. സംഗതി കേരളമാണ്. അതിജീവിക്കാൻ ഒത്തിരി ഉണ്ട്. അപ്പൊ പിന്നെ റെയിൻ വാട്ടർ പൈപ്പ് നന്നാകാതെ തരമില്ല. മറ്റെല്ലാം ചുമ്മാ. എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്? 360 ക്യാമറ, വോയിസ് ആക്ടിവേറ്റഡ് സൺറൂഫ്, ഡിജിറ്റൽ കോക്പിറ്റ്, പവർ ഷിഫ്റ്റേഴ്സ്, വയർലെസ് ചാർജർ, ആംബിയന്റ് ലൈറ്റ്സ്, എയർ പ്യൂരിഫയർ, ഹാർമൺ ഓഡിയോ, 6 എയർബാഗ്സ്, rear AC, 40 glove box, LED DRS. പറഞ്ഞതൊക്കെ the all new Tata Motors-ന്റെ സവിശേഷതകളിൽ പകുതി മാത്രമാണ്. ടാറ്റ ഓൾട്രോസ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സവിശേഷതകൾ നിറഞ്ഞ പ്രീമിയം ഹാച്ച്ബാക്ക്. വേഗം എത്തിയിരുന്നു. ഞാൻ എനിക്ക് 1 അരമണിക്കൂർ താഴെ എത്തിയിരുന്നു. സ്പീഡിലാണ് വന്നത്. നോർമൽ ഞാൻ 60-70 സ്പീഡിലാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫർണിച്ചർ തിരഞ്ഞെടുക്കാൻ ഇനി മറ്റെവിടെയും പോകണ്ട. സ്റ്റോറീസ് ഉള്ളപ്പോൾ ഇനി എല്ലാ വീട്ടിലും വിശേഷം. സ്റ്റോറീസ് പാലാരിവട്ടം, കൊച്ചി. സൂപ്പർ സ്റ്റാർ ഖദർ, ഷൈൻ ടോം ചാക്കോ, ഹക്കീം ഷാ തുടങ്ങിയവർ അഭിനയിക്കുന്ന സസ്പെൻസ് മീശ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ. പെട്രോൾ അടിച്ചൊരു കട്ട പോലും നീങ്ങിയിട്ടില്ല. 3 തന്നെ അടക്കുന്നത്. പുതിയ കാറാണ് ശരിക്കും പ്രീമിയം ലുക്ക്. മൂന്നിൽ തന്നെ അടിച്ചത് എപ്പോഴും 3 തന്നെയാണ്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പ്, നല്ല വിലയായിരിക്കും. സ്റ്റാർട്ടിംഗ് റേറ്റ് 500 മേലോട്ട് അടിച്ചല്ല അതില്. 5 വർഷത്തെ വാറണ്ടി, കോർപ്പറേറ്റ് ഓഫറുകളും, എക്സ്ചേഞ്ച് ബോണസും, ആക്സസറി പാക്കേജ്, പിന്നെ കുറഞ്ഞ പലിശ നിരക്കും. 1000 അടിച്ചു കഴിഞ്ഞാൽ കട്ട നീങ്ങും. 500 ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും കട്ട ചിലപ്പോൾ നീങ്ങാറില്ല. 48 മണിക്കൂർ അത് മാത്രമാണ് നിങ്ങൾക്കുള്ളത്. എയർ ഏഷ്യ നൽകുന്നു 30% വരെ ഓഫ് എല്ലാ സീറ്റുകളിലും എല്ലാ ഫ്ലൈറ്റ്സിലും. സെയിൽ ബുധനാഴ്ച രാത്രി 9:30 മുതൽ വെള്ളിയാഴ്ച രാത്രി 9:29 വരെ. AirAsia.com, the AirAsia Move app or your preferred travel partner. 48 മണിക്കൂറുള്ളൂ. അതിനാൽ വേഗമാവട്ടെ. ഇവിടെ എത്താറായി. ഇപ്പോൾ ഒരു 2 ലോറിക്കാർ ഫുൾ ടൈം ബ്ലോക്ക് ചെയ്തുകൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പേ എത്തിയത്. നിങ്ങളുടെ ഇപ്പോൾ പാർക്കിന് 2 കിലോമീറ്റർ ഇപ്പുറം വെച്ച് ഒരു 2 വണ്ടി ഒന്നിൻ്റെ പുറമെ മറ്റേതായിട്ട് ഈ ടോറസ് വലിയ വണ്ടിയില്ലേ, ഈ ബെൻസിൻ്റെ ഈ മറ്റേ കല്ലൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്നത് ആ ടൈപ്പ് ഓരോരുത്തരും മുമ്പിൽ അവർ 2 അത് വളരെ സ്പീഡ് കുറച്ച് 30 കിലോമീറ്റർ സ്പീഡിൽ അങ്ങനെ ഇരിക്കണം. അതാ എനിക്ക് ആ ഒരു 5 മിനിറ്റ് ലേറ്റ് ആയി, അല്ല ഒരു 3-4 മിനിറ്റ് ലേറ്റ് ആയി, അല്ലെങ്കിൽ ഇച്ചിരി നേരത്തെ എത്തി. ഓടിക്കണ്ടോ? നമ്മൾ വിദേശരായ നിങ്ങൾ ഓടിക്കാൻ വേണ്ടല്ലേ ഇങ്ങനെ നമ്മൾ നിർത്തുമ്പോൾ മറ്റേ ഫ്രണ്ടിൽ ഇങ്ങനെ വണ്ടിയുടെ ടയർ കാണണമെന്നാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് ഇപ്പം നിങ്ങൾക്ക് ടയർ കാണാൻ പാടില്ല, അത്രയും ചേർക്കാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. നമ്മളിപ്പോൾ വിദേശങ്ങളിലൊക്കെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ വണ്ടിയുടെ ടയർ കാണണം. 2 ടയറും കാണാതെ നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ ഫെയിലാക്കുന്നു. ഒരു വണ്ടിയുടെ പുറകിൽ നിർത്തുമ്പോൾ മറ്റേ വണ്ടിയുടെ 2 ടയറും നമുക്ക് വിസിബിൾ ക്ലിയർ ആയിട്ട് നിർത്തുക. ഗ്ലാസിൻ്റെ ഏറ്റവും അടിയിൽ നമുക്ക് ടയർ കാണാൻ പാടില്ലല്ലോ. അത് ഇച്ചിരൂടെ പുറകിൽ നമ്മൾ നിർത്താം. ഉണ്ട് അപ്പോൾ കാണാൻ പാടില്ല. ഈ ലെവലിൽ നിർത്താം. ആ ടയർ കാണാൻ പാടില്ല. ആ ലെവലിലാണ് നമുക്ക് നിർത്താൻ പാടില്ല. ഫ്രണ്ടിൽ പോയാൽ വണ്ടിയുടെ ടയർ നമ്മൾ കാണണം. ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ അത് നിർത്തിയില്ലെങ്കിൽ ഇവിടെ നമ്മൾ എറണാകുളത്ത് പോയി കഴിഞ്ഞാൽ ആകെ 2 അടി ഗ്യാപ്പിലാണ് നിർത്തണില്ല. ഈ ഫെയിലാക്കി വിടും.